ഹൈറേഞ്ചിലെ ഗതാഗത രംഗത്ത് വൻ കുതിച്ചുചാട്ടവുമായി കുട്ടിക്കാനം പുളിയന്മല മലയോര ഹൈവേ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കിഫ്ബി വഴി അനുവദിച്ച 144 കോടി രൂപ മുടക്കിയാണ് റോഡ് നിർമ്മാണം യാഥാർത്ഥ്യമാക്കിയത്. പച്ചപൊതിച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ വാഹനയാത്രികർക്ക് നവ്യാനുഭവമാണ് സമ്മാനിക്കുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ കുട്ടിക്കാനം കട്ടപ്പന റോഡ് വാഹന യാത്രക്കാർക്ക് പേടി സ്വപ്നമായിരുന്നു. മതിയായ വീതി ഇല്ലാതിരുന്നതും അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പീരുമേട് MLA ES ബിജിമോളുകൂടി ശ്രമഫലമായിട്ടാണ് കുട്ടിക്കാനം പുളിയമല മലയോര ഹൈവേക്ക് ചൂട് പിടിക്കുന്നത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ചെങ്കിലും മരം ചെരുവുകളിലെ വീതി കൂട്ടലും വശങ്ങൾ ബലപ്പെടുത്തുന്നതും വലിയ വെല്ലുവിളിയായി. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള ആദ്യഘട്ടത്തിലാണ് നിർമ്മാണത്തിൽ വെല്ലുവിളികൾ നേരിട്ടത്. മലയോര ഹൈവേയിൽ 88 കോടി മുതൽ മുടക്കുള്ള കുട്ടിക്കാനം ചപ്പത്ത് ഒന്നാം ഘട്ടം 2023 ജൂണിലാണ് പൂർത്തീകരിച്ചത്. തേയിലത്തോട്ടം ഉടമകൾ സ്ഥലം വിട്ടു നൽകാതിരുന്നതും ആദ്യഘട്ടത്തിൽ പ്രതിസന്ധിയായെങ്കിലും സർക്കാർ തലത്തിൽ നടത്തിയ നീക്കങ്ങൾ ഫലം കണ്ടു. സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായി നിർമ്മാണം അതിവേഗത്തിലായി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേ. ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് ഈ മലയോര ഹൈവേ. ഇതിൻ്റെ കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിമനോഹരമായിട്ടാണ് ഈ റോഡ് നിർമ്മാണം ഇതേവരെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതുവഴി ഈ പ്രദേശത്തിൻ്റെ എല്ലാവിധ വികസനത്തിനും ഈ റോഡ് ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗത്ത് വലിയ കൽക്കെട്ടുകൾ പൂർത്തിയാക്കിയാണ് വീതി കൂട്ടം നടന്നത്. വാഗമൺ തേക്കടി, വാഗമൺ അഞ്ചുരുളി, വാഗമൺ ഇടുക്കി, വാഗമൺ മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളെ കോർത്തിണക്കുന്ന റോഡ് കൂടിയാണിത്. നിലവിൽ ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയുള്ള 2ാം റീച്ചിൽ ഭൂരിഭാഗം ജോലികളും പൂർത്തിയായിട്ടുണ്ട്. നെരിയമ്പാറ കട്ടപ്പന, മേരികുളം, നെരിയമ്പാറ, ചപ്പാത്ത്, മേരികുളം എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് ടാറിംഗ് പൂർണ്ണമായും പൂർത്തീകരിച്ചത്. ലൈൻ മാർക്കിംഗ്, നെയിം ബോർഡുകൾ, വഴിവിളക്കുകൾ, ഐറിഷ് ഓടകളുടെ കോൺക്രീറ്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ അവസാന ഘട്ടത്തിലാണ്. വെള്ളിലാങ്കണ്ടം മൺപാലം നവീകരിച്ചതും ഇതിൽപ്പെടുന്നു. 3ാം റീച്ച് കട്ടപ്പന മുതൽ പുളിയമല വരെ ടെൻഡർ പൂർത്തിയായിട്ടുണ്ട്. 44 കോടി രൂപ മുതൽ മുടക്കിയാണ് നിർമ്മാണം ഇവിടെ നടത്തുന്നത്. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.